അസ്സലാമു അലൈക്കും. ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് മുടി കൊഴിയാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ്. ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വരുമ്പോൾ നമ്മളോട് ചോദിക്കലുണ്ട്, ഡോക്ടറെ മുടി പോകുന്നുണ്ട് ഭയങ്കരമായിട്ട്, എന്താ അതിന് റീസൺ എന്നുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ വരുന്നത് ഹെറിഡിറ്ററിയാണ്. അതായത് നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ഉപ്പാടെയോ ഉമ്മാടെയോ ഫാമിലിയിൽ ആർക്കെങ്കിലും ആ ഒരു ബാൽഡയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കും ആ ഒരു ഇത് കിട്ടും. പിന്നെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് എന്തെങ്കിലും മാലിഗ്നൻസി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കീമോതെറാപ്പി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ടെമ്പററി ഹെയർ ലോസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്ത് ടൈഫോയിഡോ മലേറിയ അല്ലെങ്കിൽ ഡെങ്കി ഫീവർ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഡെഫിഷ്യൻസീസ്, അതായത് വിറ്റമിൻ ഡെഫിഷ്യൻസീസ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സിങ്ക് ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. പിന്നെ വരുന്നതാണ് ഡയറ്റ്. അതായത് ചിലർ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം കൂടും, അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ജ്യൂസ് മാത്രമേ കുടിക്കില്ലുള്ളൂ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കില്ലുള്ളൂ എന്നൊക്കെ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് മുടി കൊഴിച്ചിലുണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് നമ്മുടെ ഡയറ്റിലുണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് അത് നമ്മുടെ ഹെയറിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ഉള്ളത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. അതായത് തൈറോയിഡ്. ഇപ്പോൾ തൈറോയിഡൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കത് മുടിയെ നല്ല രീതിയിൽ ബാധിക്കും, ഹെയർ ഫോൾ ഉണ്ടാക്കും. പിന്നെ ഫീമെയിൽസിനാണെങ്കിൽ PCOD അല്ലെങ്കിൽ PCOS ഉള്ളവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ വരുന്നതാണ് സ്ട്രെസ്. ഇപ്പം മെൻ്റലി ആയിക്കോട്ടെ ഇമോഷണലി ആയിക്കോട്ടെ, സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഫോളും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ റീസൺസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം നമുക്ക് അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. താങ്ക് യു.